ഈ എം.വി. ഗോവിന്ദൻ വടി കൊടുത്ത് അടി മേടിച്ചിരിക്കുകയാണ്. ജി സുധാകരൻ ഇന്നെടുത്ത് ഉടുത്ത് വിട്ടിരിക്കുന്നു. എം വി ഗോവിന്ദനെ ഈ തോറ്റതിന്റെ ആ ഹാങ് ഓവർ വിട്ടില്ലെന്നാണ്. അത് 1-2 ദിവസം ജയിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇരുന്നത്. അതെ. അത് കഴിഞ്ഞ് ഭാര്യയും തോറ്റ് ഭാര്യ മന്ത്രിയാക്കാന്നുള്ള പരിപാടിയും പോയി, അത്രയും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് അടുങ്ങി നാട്ടുകാരും പാർട്ടിക്കാരും മുഴുവൻ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശയക്കുഴപ്പം സംഭവിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സൈദ്ധാന്തികനാണല്ലോ. സൈദ്ധാന്തികന് ഒരു ദിവസം ഉണ്ടല്ലോ. ഇതിനെല്ലാം തുടക്കം വിട്ടത് എം.വി. ജയരാജനാണ്. എം.വി. ജയരാജൻ ഇന്നലെ പറഞ്ഞ എന്താ, വർഗവഞ്ചകരല്ല അവർ, നിങ്ങൾ തിരുത്തിയാൽ നിങ്ങളെ തിരിച്ചേറ്റിക്കൊള്ളാം പാർട്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെയാണ് എം.വി. ഗോവിന്ദന് സഹിക്കാൻ പറ്റും. ലോകത്തെങ്കിലും മനുഷ്യന് സഹിക്കാൻ പറ്റും. നമ്മളെങ്കിലും സഹിക്കും. നമ്മുടെ ഭാര്യ തോപ്പിച്ചവനെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ എന്തിനും അവരെ സഹിക്കില്ലേ? ആ കുടുംബകലം ഉണ്ടാവില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയ കൂട്ടത്തിൽ ഈ ജി സുധാകരൻ്റെ പേരൂടെ പറഞ്ഞു പോയി. ഇപ്പം ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അല്പം കൂടെ സൗമ്യന്മാരാണ് അത് വെച്ച് നോക്കും. പക്ഷേ ചെന്ന് പെട്ടത് ആരുടെ അടുത്താണ്? ജി സുധാകരൻ്റെ അടുത്താണ്. ജി സുധാകരൻ എന്ത് ചെയ്തു? ജി സുധാകരൻ പിണറായി ഇപ്പോഴും പവർഫുള്ളാ. കൂടെ കുറെ ചുമടുകളുണ്ട്, കുറെ എടുക്കാച്ചരക്കുകൾ. ഇത് പറഞ്ഞുകൊണ്ട് പുള്ളി കുറെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ വർഗവഞ്ചകൻ എം.വി. ഗോവിന്ദനാണ്. ഇയാൾക്ക് എന്താണ് എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുള്ള? പിണറായി പവർഫുള്ളാണ്, പക്ഷേ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഇന്നും അദ്ദേഹം പവർഫുള്ളാണ്, പക്ഷേ അദ്ദേഹത്തെ ആരുമില്ല. അത് മാത്രമല്ല പുള്ളി പറയാം ഇവരെ അധികപ്പറ്റാതെ ആരാ? എം വി ഗോവിന്ദൻ അധികപ്പറ്റ. സോഷ്യൽ മീഡിയയിൽ വേറെ നിട്ടേക്കുന്നുണ്ട്. ഈ പണ്ട് MBR പാർട്ടി വിട്ടുപോയി CMPക്ക് രൂപീകരിച്ചപ്പോൾ ഇയാൾ കുറേ സമയം MBRന്റെ കൂടെ നടന്നവനാണെന്ന്, എന്നിട്ട് തിരിച്ചു വന്നാണെന്നും പറയപ്പെടുന്നു. വേറെ ആളെ ആരോട് ഉന്നയിച്ചിട്ടുണ്ട്. പുള്ളി ചോദിക്കുന്നത് ഞാൻ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടേ ഉള്ളൂ, പുതുക്കിയിട്ടില്ല. ഞാൻ പുതുക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ എങ്ങനെയാണ് വർഗവഞ്ചകനാണെന്ന്, വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് പുള്ളി ചോദിക്കുന്നത്. അതായത് ഈ പാർട്ടിയെ ഇത്രത്തോളം നാശത്തിലേക്ക് നയിച്ച ആളാണ് വർഗവഞ്ചകൻ. അങ്ങനെ വരുമ്പോൾ എം.വി. ഗോവിന്ദനാണ് വർഗവഞ്ചകൻ എന്നാണ്. ഗോവിന്ദന്റെ മോൻ തന്നെ ചോദിച്ചില്ല, അച്ഛൻ കണ്ണാടി നോക്കാറില്ലെന്ന് ചോദിച്ചില്ല. അതെ, അത് കറക്റ്റാണ്. അപ്പൊ ശരിക്കും എന്നിട്ട് പുള്ളി പണ്ടും പറഞ്ഞു, ഇപ്പോഴും പറയുന്നുണ്ട്, പിണറായി വിജയനെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല, പക്ഷെ പിണറായി വിജയന് കൊടുക്കാനുള്ളത് പുള്ളി നല്ലപോലെ കൊടുക്കുന്നുമുണ്ട്. നിയമസഭയിൽ എടുത്തിട്ട് അലക്കി കളഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ പിണറായി വിജയനെ ആക്ഷേപിക്കില്ല, അദ്ദേഹം ഇപ്പോഴും പവർഫുള്ളാണ്, അദ്ദേഹത്തിന്റെ പവറിന് യാതൊരു പ്രശ്നമില്ല, പക്ഷെ കൂടെ നടക്കുന്നവന്മാരാരും കുറെ പാടുകൾ, കുറെ ചുമടുകളാണ് എന്നാണ് പറയുന്നത്. സത്യമാണത്. വേറെ ഏറ്റവും രസകരമായിട്ട് സാറേ, ഗോവിന്ദ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മര്യാദയ്ക്ക് വായു അടച്ച് അവിടെ ഇരുന്നോണോ? അല്ല, മാത്രമല്ല ഇയാള് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊന്നും വായിച്ചില്ല എന്നാണ് ഇപ്പൊ സുധാകരൻ പറയുന്നത്. ഇയാൾ വായിത്തോന്നി വേറെ മറ്റേ കുമാരമുള്ള എന്തൊക്കെ പറയുന്നത്. ഇങ്ങനെ പറയുന്നത് എം.വി. ഗോവിന്ദൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അയാൾ വെറും ഒരു അധികപ്പറ്റാണ്. വായടച്ചിരിക്കുന്നതാവും അയാൾക്ക് ഏറ്റവും നല്ലത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിയെ തോപ്പിച്ച് തൊപ്പിയിട്ട ഗോവിന്ദൻ ഇനി പാർട്ടിയെ നയിക്കാനുള്ള യാതൊരു കെൽപ്പുമില്ല. എം.വി. ഗോവിന്ദൻ കുറച്ചെങ്കിലും വകതിരിവ് കാണിക്കണം. തെറ്റുപറ്റിയാൽ പാർട്ടി ആയാലും വ്യക്തികളായാലും തിരുത്താൻ തയ്യാറാണ്. അല്ലാത്തവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ ചെന്നായിരിക്കും വീഴുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു കൂട്ടത്തോടുകൂടി. അല്ല, നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന രണ്ട് വ്യക്തികളിലേക്ക് പാർട്ടി ഒതുങ്ങി, പിണറായി വിജയനിലേക്ക്. കേരളത്തിലെ CPMന്റെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ ശാക്തിക ചേരികൾ അന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇമ്മാതിരി രണ്ട് വ്യക്തികളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പാർട്ടി ഹൈജാക്ക് ചെയ്ത് അവനവന്റെ കാര്യം കാണാം. ഗോവിന്ദന് ഭാര്യ സ്ഥാനാർത്ഥിയാക്കണം, പിണറായിക്ക് കുടുംബത്തിന്റെ കാര്യം നോക്കണം. അതാണ് ഈ പാർട്ടിയിൽ തിരുത്തൽ ശക്തികളായിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതലയും അതിന്റെ ചുക്കാനും പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലായിരുന്ന ഒരു ചരിത്രമാണ് കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കാലം വരെ ഉണ്ടായിരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണെങ്കിൽ പോലും പിണറായി വിജയൻ അതിശക്തനായിരുന്നു. പാർട്ടിയും മുഖ്യമന്ത്രി ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പറയും എന്ത് ചെയ്യണം, ഇന്ന ആൾ വേണം. CH കണാരനും VS ഒക്കെ തന്നെ പാർട്ടി സെക്രട്ടറിമാരായിരുന്നു. അവർ ഭയങ്കര പവർഫുൾ ആയിരുന്നു. പാർട്ടിയെ ഇത്രത്തോളം ഹൈജാക്ക് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതായത് എന്നാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി? 2008 അതോ 98 98 അദ്ദേഹം പാർട്ടി സെക്രട്ടറി. 98 തൊട്ട് ഇദ്ദേഹം 2016 മുഖ്യമന്ത്രിയാകുന്നിടം വരെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ പാർട്ടിയെ അയാൾ എടുത്തുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? എന്താണ് പാർട്ടിയുടെ ഒരു നയം, അല്ലെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ പാർട്ടി അല്ലാതെ മുതലാളികളുടെയും ബൂർഷകളുടെയും പാർട്ടിയാക്കി മാറ്റി.
അല്ല, ഈ പണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 67-ലൊക്കെ തന്നെ ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന CH കണാരൻ വളരെ പിന്നെ വളരെ എന്താണ് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ആ നയം രൂപീകരിക്കുന്നതിനകത്ത് തന്നെ ഈ MP ഗോവിന്ദനെ വിളിച്ച് ഇതുപോലെ ഞങ്ങൾ ഭൂപരിഷ്കരണ നയം രൂപീകരിക്കണം, തൻ്റെ അഭിപ്രായം കൊണ്ടുവരാൻ പറഞ്ഞ ഇയാളെല്ലാം പറയും. ഈ സൈദ്ധാന്തിക ഭാഷയിലേ പറയുള്ളൂ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി ഇരുന്നുകൊണ്ട് പാർട്ടിയെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പാർട്ടിയെ കൊണ്ടുവന്ന് വലിയ സമ്പന്നന്മാരുടെയും വലിയ വലിയ പിന്നെ ധനവാന്മാരുടെയും ഇതുപോലെ ഈ കോർപ്പറേറ്റുകളുടെയും മടയിൽ കൊണ്ട് കെട്ടി ഇതിനെ അവരുടെ കുടുംബത്തിന്റെ കാര്യം സ്വന്തം കുടുംബത്തിന്റെ ഭാവി അവർ ചിന്തിച്ചുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഈ ദീപിക ദിനപത്രം മേടിച്ച ഫാരിസ് അബൂബക്കറുമായിട്ട് പിണറായി വിജയന് ഏറ്റവും അടുത്ത ബന്ധമാണ്. ഈ ദീപിക ദിനപത്രം ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പിണറായി വിജയൻ VS അച്യുതാനന്ദനെ ഒതുക്കാനാണ് അതിനകത്ത് കൂടുതൽ ശ്രമിച്ചത്. ഈ ദീപിക കയ്യിൽ നിന്ന് പോയി, ആ ദീപിക പോയ കഥയെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കഥയാണ്. ഇത് തന്നെയാണ് ഇതിനെ രഞ്ജി പണിക്കർ ഒരു സിനിമയാക്കി കൊണ്ടുവന്നത്. അതും ആ സിനിമ പോലും പിണറായി വിജയന് വേണ്ടിയുള്ള പ്രോപ്പഗൻഡ സിനിമയായിരുന്നു. രൗദ്രം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി നായകനായിട്ട് വന്ന ഒരു രൗദ്രം സിനിമ. അതിനകത്ത് VS അച്യുതാനന്ദനെ എങ്ങനെയൊക്കെ താറടിക്കാമോ ആ രീതിയിൽ താറടിച്ച് കാണിച്ച ഒരു സിനിമയായിരുന്നു. VS അച്യുതാനന്ദനെ മകനെയും കഥാപാത്രങ്ങളാക്കി കൊണ്ടുവന്നു. അവര് രണ്ടുപേരും. പക്ഷെ ഇത് മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് ഇവർ ആദ്യം എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഇതെന്താണ്. ഇപ്പൊ നമുക്ക് പണ്ട് രമേശൻ നായർ നാടകം എഴുതിയില്ലേ, കിങ്ങിണിക്കുട്ടന്റെ നാടകം എഴുതിയില്ലേ, എന്തായാലും അതിന്റെ പേര് മറന്നുപോയി. അത് ശരിക്കും കരുണാകരനെയും മകനെയും കളിയാക്കിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു. ആ റേഡിയോ നാടകം. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആൻഡമാനിലേക്ക് ഇവിടുന്ന് നാട് കടത്തുകയുണ്ടായി. ഇന്ന് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ അങ്ങോട്ടേക്ക് നാട് കടത്തുക ഉണ്ടായി ഒരു സന്ദർഭമുണ്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഇയാൾ ഈ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇതിനെ ഒരു ബൂർഷ്വാ തലത്തിലേക്ക് എത്തിച്ചു. പഞ്ചനക്ഷത്ര പാർട്ടിയാക്കി ഇതിനൊക്കെ മാറ്റി. ഇവര് ഈ സുഖം അനുഭവിച്ചു തുടങ്ങിപ്പോയി. അതാണ് പാർട്ടി സെക്രട്ടറിയുടെ ഗുണം. അതായത് ഈ പാർട്ടി സെക്രട്ടറി ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് പഞ്ചനക്ഷത്ര രീതിയിലേക്ക് താമസം തുടങ്ങിയതോടെ ഈ അണികളും അനധികൃത സ്വത്ത് സമ്പാദനത്തിലേക്കും ലഹരി മരുന്ന് കച്ചവടം ഇവരും പിരിവിന് തുടങ്ങി. ഇവരെല്ലാം പിരിച്ചു. ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറി വരെ കോടീശ്വരന്മാരായി മാത്രമല്ല ഇവര് നിരന്തരം വിദേശയാത്ര നടത്തും. അവിടെ പോയി അവിടുത്തെ പ്രവാസി മലയാളികളായ ആൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, അവരെ കൊണ്ട് വലിയ ഹോട്ടലിൽ താമസിപ്പിക്കുക, അവരെ ആനന്ദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ പിന്നെ ഇവർ ഇതങ്ങ് ആസ്വദിച്ചു തുടങ്ങി. അതാണ് എൻ്റെ അവർ ആസ്വദിച്ചു. പിന്നെ മാത്രമല്ല അത് അത്രയും നാൾ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. 2016 ഇയാൾ അധികാരത്തിൽ വന്നു. ഇയാൾ വീണ്ടും ഇയാളുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് ഇയാളുടെ പതിവ് മുതലാളിത്ത കൂട്ടുകെട്ടും രീതികളുമായിട്ട് ഇയാൾ മുന്നോട്ട് പോയി. ഇയാളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലായി. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇയാളെയും ഗോവിന്ദനെ അടങ്ങുന്ന അച്ചുതണ്ടിനെ ജനം തൂത്തെറിഞ്ഞു. പശ്ചിമ ബംഗാളും കേരളം ഒരുപോലെ ചിന്തിക്കുന്നു എന്നാണ് സങ്കല്പം. ഒരുപോലെ ചിന്തിക്കാറുണ്ടെങ്കിൽ ഇവർക്ക് വെളിയിറക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അവിടെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്നുണ്ട്. ഇത്രമൂലം വെളിയിൽ കണ്ട അടിയാണ്. അപ്പോൾ VS ഒക്കെ മരിച്ചു പോയിട്ടുള്ളൂ. പക്ഷേ VSന്റെ നാട്ടിൽ നിന്ന് VSനേക്കാൾ ഭീകരനായിട്ട് ഒരാളായിട്ടാണ് ഈ സുധാകരൻ ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരുന്നത്. വന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ പുള്ളി സംസാരിക്കുന്നതുകൊണ്ട് ആർക്കും ആദ്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ആ ശൈലിയിൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ വാസ്തവം. പക്ഷേ സുധാകരൻ സത്യസന്ധനാണ്. അദ്ദേഹം അഴിമതി ചെയ്യാത്ത ഒരാളാണ്. അദ്ദേഹം നേരവ കക്ഷിയാണ്. ഒരു തരത്തിലുള്ള വെട്ടിവെച്ചെങ്കിൽ പുള്ളി തയ്യാറാവില്ല. നേരവോ അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സുധാകരൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റം പറയുന്നത് ഒരൊറ്റ പരീക്ഷ മാറ്റി വയ്ക്കില്ല, എല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട്. ഇനി മഴ വന്നാലും കൊടുക്കാത്ത എന്ത് വന്നാലും ഞങ്ങൾ പറയും പരീക്ഷ മാറ്റി വയ്ക്കില്ല. ആ പരീക്ഷയുടെ ചുമതല സിൻഡിക്കേറ്റിൽ സുധാകരൻ. ഞങ്ങൾ എപ്പോഴും പറയും സുധാകരനെ പരീക്ഷ ചുമതല ഒന്ന് മാറ്റി മതിയായിരുന്നു പറയായിരുന്നു. അത് എല്ലാം ചിട്ടയെ നടക്കണം. അദ്ദേഹം ചിട്ടയെ തന്നെ കൊണ്ടു. കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റം പറയുന്ന സമയത്ത് ഇന്നത്തെ പോലെയൊന്നും അല്ല. അദ്ദേഹം ഒരു ശക്തനായ സിൻഡിക്കേറ്റം പറയുന്നത് യൂണിവേഴ്സിറ്റി ശരിക്കും എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ള കാര്യത്തിൽ സുധാകരന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഏതൊക്കെ വകുപ്പ് കൈകാര്യച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട്. ശബരിമലയിൽ പണ്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഈ ടിന്നിന് പ്രശ്നം വന്നത്. അരവണ ടിന്നിന് പ്രശ്നം വന്നു. പുള്ളി എന്ത് ചെയ്തു? വരുന്ന പാത്രത്തിൽ കോരി കൊടുക്കാൻ പറഞ്ഞു. കൊണ്ടുവരുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇലയും കൊണ്ടുവന്ന് അതിനകത്ത് കൊടുക്കുക. ടിന്ന് വരുന്നിടം വരെ വരുന്ന ഭക്തർ അരവണ കിട്ടാതെ പോകാൻ പാടില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന പാത്രം അങ്ങോട്ട് കൊടുക്കൂ. അപ്പൊ ഈ ചൂട് അരവണ കോരി പാത്രത്തിൽ വെച്ച് കൊടുക്കുമായിരുന്നു. അത് ആ ഒരാഴ്ച കൊണ്ട് അത് തരണം ചെയ്തു. ഒരാഴ്ചക്കുള്ളിൽ പുതിയ ടിന്ന് വന്നു. പ്രായോഗിക ബുദ്ധിയാണല്ലോ. അതെ, നാളെ തൊട്ട് ഇലയിൽ കൊടുക്കുക. അപ്പൊ എന്താ ഓരോരുത്തർ വരുന്ന അവർ ഇലയും പാത്രം ഒന്നും ഇല്ലാത്തവരുന്നു. പട്ടയില, അതുപോലെ അവർ പിന്നെ അവിടെ പ്രസാദം കൊടുക്കുന്ന ഒരു കാട്ടലയുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. ഇങ്ങനെ അരവണ മേടിച്ചോണ്ട് പോയതാണ്. കാരണം ഈ പ്ലാന്റിൽ നിന്ന് നേരെ കോരുന്നു. വേറെ എങ്ങ് സംഭരിച്ച് വെക്കാൻ സ്ഥലമില്ല. ഇത് നേരെ കൗണ്ടറിൽ കൊണ്ടുവരുന്നു. പാത്രങ്ങൾ കൊണ്ടുവരുന്നതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. ആ ഒരു രീതിയിലൊക്കെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു ആളായിരുന്നു. അങ്ങനെയുള്ള സുധാകരന്റെ മെക്കിട്ട് കയറാനാണ് MP ഗോവിന്ദൻ ചെന്നത്.
വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗംഭീര മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഇയാൾ വെറും അധികപ്പറ്റാണ്, വെറും ചുമടുതാങ്ങിയാണ് എന്ന് മാത്രം പറഞ്ഞാണ് ഇദ്ദേഹം നശിപ്പിച്ചു വിട്ടിരിക്കുക. സലീം കുമാർ പറയും പോലെ കിട്ടാനുള്ളത് കിട്ടിയല്ലോ, കിട്ടി, സമാധാനമായി. സമാധാനം.